ഒന്നും അറിയില്ല, എനിക്കിപ്പോ ഇഷ്ടമാണ്, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്. അപ്പൊ നിങ്ങൾ ഭാവി ഒന്നും പ്ലാൻ ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിൽ കയറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ റിലേഷൻഷിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ സക്സസ്ഫുൾ ആവും, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് വോൺസ് വന്നത്. ഓം നമ ശിവായ. ചിലപ്പോ ഇതൊക്കെ നിങ്ങൾ കാണേണ്ട കാർഡ്സ് ആയിരിക്കാം. എന്തായാലും എടുക്കുകയാണ്. കുറച്ചൊരു സ്ട്രാറ്റജിക് ആയിട്ടാണ് ഒരാള് മൂവ് ചെയ്യുന്നത് ഇവിടെ. കള്ളത്തരം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കുറച്ചൊരു സ്ട്രാറ്റജിക് ആണ്. ചില മുഴുവൻ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പകുതി കയ്യിൽ പിടിച്ചിട്ട് പകുതി ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലാണോ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലാണ്, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിലല്ല എന്നൊരിത്. ഈ വ്യക്തി നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ചിലർ അങ്ങനെയാണ് ലോങ് ടേം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് കയറുന്നവര് അവര് വലിയ ഫ്യൂച്ചർ പ്ലാൻ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്ന് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കും. വന്ന് കയറിയിരിക്കുന്ന വ്യക്തിയുടെ എനർജി അങ്ങനെയല്ല. ഇവരെ കുറിച്ച് ഒന്നും നിങ്ങളോട് പറയുന്നുമില്ല, കാരണം ഇവർക്ക് ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ എന്ന്. ഇവര് ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോഴും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിന്റെ മൂഡിലല്ല ചെന്ന് കയറുന്നത്, മനസ്സിലായോ? ഇവര് അത്ര സ്നേഹം തോന്നിയാലും ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നിട്ട് അത് പഠിച്ച് ഫ്യൂച്ചറില് ഇത് എല്ലാം ഇവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇന്ന് സ്നേഹിച്ചു, നാളെ കല്യാണം കഴിച്ചു, പിറ്റേ ദിവസം ഉപേക്ഷിക്കാനുള്ളതല്ല അവർക്ക്. അങ്ങനത്തെ ഒരു എനർജി വേസ്റ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവർക്ക് കുറെ റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നവരാണ്. പാസ്റ്റിലെ എക്സ്പീരിയൻസ് വളരെ കഠിനമായ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ അവര് കുറച്ചൊന്ന് കെയർഫുൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ സിക്സ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഓൺ. ഈ റിലേഷൻഷിപ്പ് പ്രശ്നമാവുകയാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ മടി ഉണ്ടാവില്ല. കാരണം ഇവർക്ക് റിലേഷൻഷിപ്പ് പുത്തരിയല്ല. ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കറിയാം ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമാകുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് ഇവർക്ക് അറിയാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഫ്യൂച്ചർ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയെ കാണിച്ചു. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ് നിങ്ങളെ സ്കോർപിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞ് നിങ്ങളെ ഇട്ടെറിഞ്ഞു പോകും എന്നല്ല പറഞ്ഞത്. ഇവര് നിങ്ങളോട് തൽക്കാലത്തേക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും തരില്ല. അപ്പോ